നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് ഓരോരോ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിന് വേണ്ടി ഓരോരോ രാഷ്ട്രീയ പാർട്ടികളും തിരക്കിട്ട ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ചില മണ്ഡലങ്ങളിൽ തങ്ങളായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ള അറിവ് കിട്ടിയതോടുകൂടി ചില ആളുകൾ പ്രചരണ പരിപാടികൾ ആരംഭിച്ചതായും പറയാൻ കഴിയും. എന്നാൽ കരിമ്പനകളുടെ നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാലക്കാട്ടിൽ ഈ കുറി നിയമസഭാ മത്സരം പൊടിപാറും എന്നുള്ളതിന്റെ കൃത്യമായ സൂചനകൾ വന്നിരിക്കുന്നു. ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി പാലക്കാട് ശോഭാ സുരേന്ദ്രന്റെ പേരാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്നും കേന്ദ്രത്തിന് അയച്ചിരിക്കുന്ന ലിസ്റ്റിൽ പാലക്കാട് മത്സരിക്കുന്നതിനായി ബി.ജെ.പിയുടെ കേരളത്തിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന, കേരളത്തിന്റെ ബി.ജെ.പിയുടെ പടക്കുതിര എന്നറിയപ്പെടുന്ന, കേരളത്തിൽ ബി.ജെ.പിയുടെ തീപ്പൊരി വനിതാ നേതാവ് എന്നറിയപ്പെടുന്ന ശോഭാ സുരേന്ദ്രൻ തന്നെയായിരിക്കും പാലക്കാട് മത്സരിക്കുക എന്നുള്ളത് ഏതാണ്ട് ചിത്രമായി കഴിഞ്ഞിരിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ ഏത് തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയെ പ്രതിനിധാനം ചെയ്ത് എവിടെ നിന്നെല്ലാം മത്സരിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ബി.ജെ.പിയുടെ വോട്ടുകൾ ക്രമാതീതമായി ഉയർത്തുന്നതിന് വളരെയധികം സ്വാധീന ശക്തിയുള്ള നേതാവ് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പലവട്ടം തെളിയിച്ചിട്ടുണ്ട്. 2016 പാലക്കാട് നടന്ന തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ അന്ന് 2ാം സ്ഥാനത്തായിരുന്നു. അന്ന് ശോഭാ സുരേന്ദ്രൻ 40,000 വോട്ടിന്റെ കൂടുതൽ നേടിയിരുന്നു. അതായത് പാലക്കാട് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന വോട്ടിനേക്കാൾ 40,000 വോട്ടുകളാണ് ശോഭാ സുരേന്ദ്രൻ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ കരസ്ഥമാക്കിയത്. പിന്നീട് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചത് ആലപ്പുഴയിലായിരുന്നു. ആലപ്പുഴയിൽ മത്സരിച്ചപ്പോഴും ശോഭാ സുരേന്ദ്രൻ നേടിയത് നിലവിലുണ്ടായിരുന്ന ബി.ജെ.പിയുടെ വോട്ടിനേക്കാൾ, അതായത് സർവകലാശാല ചാൻസലറായിരുന്ന കെ.എസ്. രാധാകൃഷ്ണൻ അതിനു മുൻപ് നേടിയ വോട്ടിനേക്കാൾ 1,12,000 വോട്ടുകളാണ് ശോഭാ സുരേന്ദ്രൻ അന്ന് കൂടുതൽ നേടിയത് എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. അന്ന് ആലപ്പുഴയിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി ആയ വെള്ളാപ്പള്ളി നടേശൻ തന്റെ സ്വന്തം സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനെ വെള്ളാപ്പള്ളി നടേശൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ വീണ്ടും മത്സരിക്കാൻ എത്തുമ്പോൾ ആ ഒരു ഘടകം കൂടി ശോഭാ സുരേന്ദ്രനും ബി.ജെ.പിക്കും അനുകൂല ഘടകമായി മാറുന്നു എന്നാണ് പറയാൻ കഴിയുക. കാരണം പാലക്കാട് ഈഴവ വിഭാഗത്തിന് വോട്ടുകൾ കൂടുതലുള്ള സ്ഥലം തന്നെയാണ്. എന്നാൽ ശോഭാ സുരേന്ദ്രനെ പോലെ ജനങ്ങളെ പാർട്ടിയിലേക്കും തന്റെ സ്വാധീന വലയത്തിലേക്കും ആകർഷിക്കാൻ കഴിയുന്ന നേതാക്കൾ ആയിരിക്കണം ബി.ജെ.പിയെ പ്രതിനിധീകരിച്ച് പാലക്കാട് മത്സരിക്കേണ്ടത് എന്നുള്ളതിനാൽ തന്നെയാണ് ശോഭാ സുരേന്ദ്രനെ ഇക്കുറി പാലക്കാട് മത്സരിക്കാൻ വേണ്ടി ബി.ജെ.പി തെരഞ്ഞെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ ശ്രീധരനോട് ഏതാണ്ട് 3000 വോട്ടിന്റെ വ്യത്യാസത്തിന് മാത്രമാണ് ജയിച്ചു കയറിയത്. തീപാറുന്ന മത്സരമായിരുന്നു. ശ്രീധരൻ നല്ല മത്സരം കാഴ്ചവെച്ചു. എങ്കിലും 3000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് അന്ന് ഷാഫി പറമ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഏതാണ്ട് 25,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോഴും അവിടെ 2ാം സ്ഥാനത്തെത്തിയത് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി തന്നെയായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. പാലക്കാട് നഗരമേഖലകളിൽ ബി.ജെ.പിക്ക് വളരെ സ്വാധീനമുണ്ട്. അതുപോലെ പാലക്കാട് നഗരസഭ കഴിഞ്ഞ 3 വട്ടവും ഭരിക്കുന്നത് ബി.ജെ.പി തന്നെയാണ്. ഈ കുറി ബി.ജെ.പി സ്ഥാനാർത്ഥി നിയമസഭയിൽ ഉണ്ടാകും. അത് പാലക്കാട് നിന്ന് ശോഭാ സുരേന്ദ്രനും കൂടി ആയിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ തന്നെയാണ് ബി.ജെ.പിയുടെ പ്രചരണ പരിപാടികൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ശോഭാ സുരേന്ദ്രൻ ആദ്യം പാലക്കാട് മത്സരിക്കുന്നതിൽ വിമുഖത കാട്ടി എന്നുള്ള ചില അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. കാരണം പാലക്കാട് പാർട്ടിക്ക് മേൽക്കൈയുള്ള സ്ഥലം തന്നെയാണെങ്കിലും അവിടെ വിഭാഗീയത കൂടുതൽ തന്നെയാണ്. കൃഷ്ണകുമാറിനെ പോലുള്ള ആളുകൾ ശോഭാ സുരേന്ദ്രന് വെല്ലുവിളി ഉയർത്തി വിഭാഗീയത സൃഷ്ടിക്കും. അങ്ങനെ ഒരു റൂമറിന്റെ അടിസ്ഥാനത്തിൽ, അഭ്യൂഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കുന്നില്ല എന്നൊരു ധാരണയിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ മാറിയ സാഹചര്യത്തിൽ അങ്ങനെയല്ല. ശോഭാ സുരേന്ദ്രൻ തന്നെ മത്സരിച്ചാലേ പാലക്കാട് പിടിച്ചെടുക്കാൻ സാധിക്കൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാലക്കാട് നിലവിലെ MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ ടിക്കറ്റിൽ നിന്ന് മത്സരിച്ചതാണ്. എന്നാൽ ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് കേസും മറ്റു പ്രശ്നങ്ങൾക്കും ആയതിനാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ പിരിച്ചുവിടുകയുണ്ടായി. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിനകത്തില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. ശോഭാ സുരേന്ദ്രൻ പാലക്കാട് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ വരുമ്പോൾ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, അതായത് UDF-നെ സംബന്ധിച്ചിടത്തോളം, LDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദന തന്നെയാണ്. ശോഭാ സുരേന്ദ്രൻ എന്ന ബി.ജെ.പിയുടെ പടക്കുതിരയെ തളയ്ക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ എന്ന ബി.ജെ.പിയുടെ തീപ്പൊരി നേതാവായ കേരളത്തിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന നേതാവിനെ തളയ്ക്കുന്നതിന് UDF-ൽ നിന്നോ LDF-ൽ നിന്നോ കരുത്തനായ ഏത് സ്ഥാനാർത്ഥിയെ ഇറക്കേണ്ടു എന്നുള്ള ചിന്തയിൽ തന്നെയാണ് UDF ഇപ്പോൾ. ചില അഭ്യൂഹങ്ങൾ പലയിടങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. അതായത് ശോഭാ സുരേന്ദ്രനാണ് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയെങ്കിൽ ശോഭാ സുരേന്ദ്രനെതിരെ മത്സരിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിൽ നിന്നും സന്ദീപ് വാര്യരെയാണ് ഇറക്കാൻ സാധ്യത എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത കാലത്ത്, അതായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് സന്ദീപ് വാര്യർ ബി.ജെ.പിയിൽ നിന്നും കോൺഗ്രസിലേക്ക് ചേക്കേറിയത്. എന്നാൽ മുൻ IAS ഓഫീസറായ കണ്ണൻ ഗോപിനാഥന്റെ പേര് കൂടി കോൺഗ്രസിൽ നിന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ
ആഴ്ച ഒരു പൊതുയോഗത്തിൽ പങ്കെടുക്കുമ്പോൾ പാർട്ടി നിർബന്ധിച്ചാൽ താൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പാലക്കാട് നിന്ന് മത്സരിക്കും എന്ന് കണ്ണൻ ഗോപിനാഥ് വ്യക്തമാക്കുകയുണ്ടായി. അങ്ങനെയെങ്കിൽ കോൺഗ്രസിനകത്ത് നിന്ന് ഒന്നുകിൽ സന്ദീപ് വാര്യരോ അല്ല എന്നുണ്ടെങ്കിൽ കണ്ണൻ ഗോപിനാഥോ ശോഭാ സുരേന്ദ്രനെതിരെ മത്സരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ വേരോട്ടമില്ലാത്ത മണ്ണ് തന്നെയാണ് പാലക്കാട്. അതുകൊണ്ട് പ്രമുഖരായ സ്ഥാനാർത്ഥികളെ ആരെയും പാലക്കാട്ട് CPM പരീക്ഷിക്കാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇക്കുറി നിയമസഭയിൽ BJP-യുടെ അംഗങ്ങളുണ്ടാകും. അതിൽ ഒരാൾ ശോഭാ സുരേന്ദ്രനായിരിക്കും എന്ന് BJP-യുടെ നേതൃത്വം വ്യക്തമാക്കുമ്പോൾ പാലക്കാട് മത്സരം പൊടിപാറും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഉഷ്ണക്കാറ്റ് തരംഗം സൃഷ്ടിക്കുന്ന പാലക്കാട് 2026-ലെ തെരഞ്ഞെടുപ്പ് തീക്കാറ്റായി മാറും ശോഭാ സുരേന്ദ്രൻ എന്ന തീപ്പൊരി നേതാവ് എത്തുമ്പോൾ അക്ഷരാർത്ഥത്തിൽ പാലക്കാട് തീപ്പൊരി നേതാവ് കൂടി വരുന്നതോടുകൂടി തീക്കാറ്റ് വീശുന്ന മത്സരമായിരിക്കും നിയമസഭയിലേക്ക് പാലക്കാട് നടക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇതിനിടയിൽ മറ്റൊരു അഭ്യൂഹം കൂടി പരക്കുന്നു. കോൺഗ്രസ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ മത്സര രംഗത്ത് ഇറക്കാൻ സാധ്യതയില്ല. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പാലക്കാട് നിന്ന് തന്നെ വിധി തേടണം എന്നാണ് പാലക്കാടുള്ള രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നത്. കോൺഗ്രസ് രാഹുലിന് സീറ്റ് നൽകിയാലും ഇല്ലെങ്കിലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മത്സരിക്കണം എന്നാണ് ഒരു വിഭാഗം ആളുകളുടെ താല്പര്യം. രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് അത്രത്തോളം സ്വാധീനമുണ്ട്. 25,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്നും ജയിച്ചു വന്നത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ആസൂത്രിതമായി പിണറായി വിജയന്റെ ഓഫീസിൽ ചില ശിങ്കിടികളും ചേർന്ന് ലൈംഗിക അപവാദ കേസിൽ പെടുത്തിയതാണ്. അതിജീവിതകളെ ഇറക്കി രാഹുൽ മാങ്കൂട്ടത്തിന് മനഃപൂർവ്വം കുടുക്കിയതാണ് എന്ന് തന്നെയാണ് പാലക്കാടിലുള്ള വോട്ടർമാർ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ ഇക്കുറി മത്സരത്തിന് ഇറക്കിയാലും ഇല്ലെങ്കിലും അഥവാ കോൺഗ്രസിൽ നിന്നും ഇപ്പോൾ പുറന്തള്ളപ്പെട്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കണം. അങ്ങനെ കോൺഗ്രസിന് തക്കതായ തിരിച്ചടി കൊടുക്കണം എന്നാണ് പലയിടങ്ങളിൽ നിന്നും പാലക്കാട് പല കോണുകളിൽ നിന്നും ഉയരുന്ന വികാരം. എന്നാൽ ഇതിന് രാഹുൽ മാങ്കൂട്ടത്തിലോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ക്യാമ്പിൽ നിന്നോ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ യാതൊരു തരത്തിലുള്ള അഭിപ്രായങ്ങളും വന്നിട്ടില്ല. ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു, പാലക്കാട് BJP-യുടെ സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് മത്സരിക്കുക എന്നാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്ന പുതിയ വാർത്താവിശേഷങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹരിപ്പാട് ശോഭാ സുരേന്ദ്രനെ പരിഗണിക്കുന്നു എന്ന് നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നു. അവിടെയും ശോഭാ സുരേന്ദ്രന് വേരോട്ടുള്ള മണ്ണ് തന്നെയാണ്. ആലപ്പുഴയിൽ മത്സരിക്കുമ്പോഴും ഹരിപ്പാട് പോലുള്ള മണ്ഡലങ്ങളിൽ ശോഭാ സുരേന്ദ്രന് തക്കതായ സ്വാധീനമുണ്ടായിരുന്നു. എന്നാൽ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് തന്നെ BJP-യെ പ്രതിനിധീകരിച്ച് മത്സരിക്കും, നിയമസഭയിലേക്ക് എത്തും എന്ന് തന്നെയാണ് കേരളത്തിലെ BJP-യുടെ സംസ്ഥാന നേതാക്കളും അഭിപ്രായപ്പെടുന്നത്. ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം ഇതിനോടകം വന്നിട്ടില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു, പാലക്കാട് ശോഭാ സുരേന്ദ്രൻ എത്തുന്നതോടുകൂടി ഉഷ്ണക്കാറ്റ് തരംഗം ഉയർന്നുകൊണ്ടിരിക്കുന്ന പാലക്കാട്ട് തീക്കാറ്റ് ഉയരും എന്നതിൽ യാതൊരു സംശയമില്ല. മത്സരം തീ പാറുന്നത് തന്നെയായിരിക്കും. BJP സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രൻ നിയമസഭയിലേക്ക് എത്തുമോ, രാഹുൽ മാങ്കൂട്ടത്തിൽ വിമത സ്ഥാനാർത്ഥിയായി എത്തുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.